ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 7ാമത്തെ പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് എല്ലാവർക്കും ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചില ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഡൗട്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഡൗട്ട്സൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 150K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന എല്ലാ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് എവിടെ സ്റ്റോർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് വെക്കേണ്ടതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് ഒരു ദിവസം പുറത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കേക്ക് നല്ല സോഫ്റ്റായിട്ട് അതേപോലെ നമ്മൾ എങ്ങനെയാണോ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇരിക്കും. ഇനി ഒരു ദിവസത്തിലധികം നിങ്ങൾക്ക് കേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് കിട്ടുമല്ലോ അതിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടോ ഫ്രിഡ്ജിൽ വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുൻപേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്ത അതേ സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുൻപേ ഒരു 1-2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു 4-5 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്തിട്ടുള്ള കേക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യുക, എത്ര ദിവസം സ്റ്റോർ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ 4 ദിവസം മാത്രമേ ഐസിങ് ചെയ്തിട്ടുള്ള കേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അതിലധികം ആവുന്ന സമയത്ത് ചിലപ്പോൾ കേക്ക് ഹാർഡാവാനും അതേപോലെ ആ ഒരു കേക്കിൻ്റെ നമ്മൾ ആ ഒരു ഐസിങ് ചെയ്ത സമയത്തുള്ള ആ ഒരു ടേസ്റ്റ് അതിൽ നിന്ന് കുറഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിനിമം 4 ദിവസം വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ടാണ്, നമ്മൾ എവിടെയാണ് ക്രീം സ്റ്റോർ ചെയ്യേണ്ടത്, ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണ് വെക്കേണ്ടത്, ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെയാണ് വെക്കേണ്ടത്. അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വെക്കുമ്പോൾ പൊട്ടിച്ച ഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു സെല്ലോ ടാപ്പോ അല്ലെങ്കിൽ സ്റ്റേപ്ലിയറോ വെച്ചിട്ട് നന്നായിട്ട് പിൻ ചെയ്തിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് മിനിമം ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ ഈ ഒരു ക്രീം ഒന്നും കേടാവാതെ ഉപയോഗിക്കാം. അപ്പോൾ ചില സമയത്ത് കറണ്ട് പോയാലോ അല്ലെങ്കിൽ ചില മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ ക്രീം ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് കാര്യമാക്കേണ്ട. എന്നാലും 2 മാസം വരെ നമുക്ക് ക്രീം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പൊട്ടിക്കാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 ഇയർ വരെ വെക്കാമെന്നാണ് അവർ പറയാറുള്ളത്. അതേപോലെ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്, ഒന്നുകിൽ നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബൗളിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴാണ് എടുക്കുന്നത് ആ ഒരു സമയത്ത് ചെറിയൊരു ബബിൾസ് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിലോട്ടൊരു ഇച്ചിരി ക്രീം, ബീറ്റ് ചെയ്യാത്ത കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളൂ കേട്ടോ. ഏറ്റവും നല്ല ക്രീം ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല ക്രീം റിച്ചിൻ്റെ ക്രീം തന്നെയാണ്. പക്ഷെ റിച്ചിൻ്റെ ക്രീം പെട്ടെന്ന് അങ്ങനെ മെൽറ്റായി പോവുകയും അതേപോലെ അത്ര സ്റ്റിഫായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഫിയോണയും അതേപോലെ തന്നെ വിവോയുമാണ് ഉപയോഗിക്കാറുള്ളത്. അത് രണ്ടും അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടിരിക്കും. അതേപോലെ തന്നെ ഫിയോണയ്ക്ക് 170 രൂപയും വിവോക്ക് 200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മളെപ്പോഴും പുറത്ത് തന്നെ സൂക്ഷിക്കുക. ഒരിക്കലും നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ കുറയും. അപ്പോൾ നമ്മൾ കേക്കിലോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കേക്കിൽ വേണ്ടത്ര എഫക്റ്റ് ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കേക്ക് പൊങ്ങിയിട്ട് വരും, പക്ഷേ ശരിക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കേക്കിൽ കിട്ടില്ല. അതേപോലെ ഒരുപാട് പഴയതായിട്ടുള്ള ബേക്കിംഗ് പൗഡറും സോഡയും ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മുടെ ബേക്കിംഗ് സോഡയും പൗഡറും ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് ചൂടുവെള്ളത്തിലോട്ട് ഒരു 1 ടീസ്പൂൺ അളവിൽ നിങ്ങളുടെ ബേക്കിംഗ് പൗഡർ ഒന്ന് ഇട്ട് നോക്കുക. ഇടുന്ന സമയത്ത് ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇതേപോലെ ഇങ്ങനെ ബബിൾസ് ക്രിയേറ്റ് ആയി വരികയെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ വെച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നുള്ള ഒരു ആക്ഷനും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ബേക്കിംഗ് സോഡ ഫ്രഷ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയിലോട്ട്
1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പതഞ്ഞ് പൊങ്ങിയിട്ട് വരാമെന്നുണ്ടെങ്കിൽ അതും ഫ്രഷാണ്. അപ്പോൾ ഇത്രയൊരു ആക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ 2 സാധനങ്ങളും മാറ്റി ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കുകയോ ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഏത് ഓവനാണ് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ബേക്കിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന്. ഓവനാണോ OTG ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങളും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ ഓവൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. അതേപോലെ നിങ്ങൾക്ക് ബേക്കിംഗ് മാത്രമാണ് അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ OTG അത്യാവശ്യം വലിയൊരു 61 ലിറ്ററിൻ്റെയൊക്കെ ഒരു OTG വാങ്ങിക്കഴിഞ്ഞാൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് 4 കേക്ക് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓവനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ കേക്ക് മുകൾ ഭാഗം കൊഴിഞ്ഞു പോകുന്നതിനുള്ള കാരണം എന്താണെന്ന്. നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം കൊഴിഞ്ഞു പോകാൻ 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നടുഭാഗം കുഴിഞ്ഞു പോവാറുണ്ട്. നമ്മൾ മുട്ട, പാല്, ഓയിൽ അതൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കാറില്ല. സ്പാച്ചുല വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഫോൾഡ് ചെയ്തെടുക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുപാട് നേരം ഫോൾഡ് ചെയ്യുകയും ചെയ്യരുത്. അതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സായി എന്ന് കണ്ടാൽ നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ കേക്കിൻ്റെ നടുഭാഗം കൊഴിഞ്ഞു പോകാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത്, കേക്ക് മര്യാദയ്ക്ക് ബേക്കായി വരുന്നതിന് മുൻപ് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാലും നടുഭാഗം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഓവനിൽ ബേക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായിട്ട് ഉൾഭാഗം ഒന്നും കുക്കാവാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നമ്മൾ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായി പോവും. അപ്പോൾ അങ്ങനെ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായി തോന്നിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ചിട്ട്, അപ്പോൾ 180ലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 160 അല്ലെങ്കിൽ ഒരു 170 ഇട്ടതിന് ശേഷം ബേക്കിംഗ് സമയം ഒരിച്ചിരി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗം വല്ലാണ്ട് ക്രാക്ക് വീഴുന്നത് ഒഴിവാക്കിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഈവനായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, നമുക്ക് കേക്കിൻ്റെ ആവശ്യത്തിനായിട്ട് ചില റെസിപ്പീസിൽ നമ്മളോട് അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സോൾട്ടഡ് ബട്ടർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്നോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു റെസിപ്പിയിൽ നമ്മൾ പിന്നെ ഒരു ഉപ്പിടാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്, ഒരു ഉപ്പ് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പറയാറുണ്ട്. ആ ഉപ്പ് നമ്മൾ ചേർക്കാണ്ടിരുന്നാൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഉപ്പും അതേപോലെ ബട്ടറിലുള്ള ഉപ്പും കൂടെ വരുമ്പോൾ കേക്കിന് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഉപ്പ് എക്സ്ട്രാ ഇടാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ സോൾട്ടഡ് ബട്ടർ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് കോമ്പൗണ്ട് അതൊക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന്. നമ്മൾ ഒരിക്കലും ഈ 3 ചോക്ലേറ്റ്സും ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്കത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് നിങ്ങൾ ഗനാഷ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഗനാഷ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിനൊരു വേറൊരു പോലെയാണ്, അത് മര്യാദയ്ക്ക് മെൽറ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഗനാഷിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാ ഭാഗത്തും കട്ട ഇങ്ങനെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് അത് മെൽറ്റായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചോക്ലേറ്റും ഫ്രിഡ്ജിൽ വെക്കരുത്. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷന് എപ്പോഴാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഫോണ്ടൻ ഡെക്കറേഷൻ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന്. നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻ കേക്കിൽ വെക്കുന്നതിൻ്റെ കുറച്ചധികം മുമ്പ് ഒരു 2-3 മണിക്കൂറൊക്കെ മുമ്പ് ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഫോണ്ടൻ വർക്കൊക്കെ നല്ല ഹാർഡായിട്ടിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെയാണ് കേക്കിലോട്ട് വെക്കേണ്ടത്, വിപ്പിംഗ് ക്രീമുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടൻ ഡെക്കറേഷൻ ഒലിച്ചു പോവും. അതേപോലെ ഫോണ്ടൻ ഡെക്കറേഷൻ നമ്മൾ വെച്ചിട്ടുള്ള കേക്കുകൾ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 1 hour മുമ്പേയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻ കേക്കിൽ വെക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ വലിയ
ഫോണ്ടൻ ഡെക്കറേഷനൊക്കെയാണ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് പകരം ഗനാഷിലോ ബട്ടർ ക്രീമിലോ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം ഫോണ്ടൻ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം അത് ലാസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിന് ശരിക്കുള്ള ഹൈറ്റ് കിട്ടുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം നമ്മൾ കേക്ക് ടിന്ന്, അതായത് ഓരോ ബാറ്ററിനും അതിനനുസരിച്ചുള്ള കേക്ക് ടിന്ന് എടുക്കണം. അതായത് 1/2 കിലോൻ്റെതാണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെതോ 6 ഇഞ്ചിൻ്റെതോ എടുക്കാം. 1 kg ആണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെത്, 2 kg 1.5 കിലോ ആണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെത്. ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ കേക്ക് ബാറ്ററിന് അനുസരിച്ചിട്ടുള്ള കേക്ക് ടിന്ന് ചൂസ് ചെയ്താൽ നമുക്ക് നല്ല ഹൈറ്റ് കിട്ടും. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പഴയതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഹൈറ്റ് കിട്ടാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കേക്കിന് ഹൈറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് കേക്കിൻ്റെ മെഷർമെൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റ് ഡബിൾ ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റിൻ്റെ പകുതി എടുക്കുകയോ ചെയ്താൽ മതിയോ എന്ന്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ റെസിപ്പീസ് നിങ്ങൾ നേരെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 kg റെസിപ്പിയും അതേപോലെ തന്നെ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 കപ്പ് എടുക്കുന്നിടത്ത് 1/2 കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് 1/2 kgയുടെ റെസിപ്പി കിട്ടുകയും ചെയ്യും. അപ്പോൾ ചില റെസിപ്പീസിലൊക്കെ നമ്മൾ 3 മുട്ടയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മുട്ടയൊക്കെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മൾ 3 മുട്ട എടുക്കേണ്ട സ്ഥലത്ത് 1.5 മുട്ടയായിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ഒരു മുട്ടയും വേറൊരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതിയും എടുത്തിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഒരുപാട് പേര് 1 കിലോയുടെ റെസിപ്പി കാണുമ്പോൾ ഇതിൻ്റെ 2 kgയുടെ റെസിപ്പി തരാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 kgയുടെ റെസിപ്പി എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ നേരെ ഡബിൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 kgയുടെ റെസിപ്പിയും ഇതിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും അല്ലാണ്ടെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ.